ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ത്രില്ലർ ഫൈനലിനാണ്. കൊണ്ടും കൊടുത്തും അവസാനം 2 ടീമുകൾ മാത്രമായിരിക്കുന്നു ഈ IPLന്റെ 19ാം സീസണിന്റെ കലാശ പോരാട്ടത്തിനായി. ഗുജറാത്ത് ടൈറ്റൻസും RCBയും. ക്വാളിഫയർ 1-ൽ RCBയോടേറ്റ കനത്ത പരാജയത്തിനൊരു മറുപടി കൂടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. IPLൽ ജോയിൻ ചെയ്ത 2022 മുതൽ 2026 വരെയുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ വളരെ മുൻതൂക്കം ഗുജറാത്തിന് തന്നെയാണ്. പങ്കെടുത്ത ആദ്യ വർഷത്തിൽ തന്നെ ചാമ്പ്യന്മാരാകുന്നു. 2023-ൽ വീണ്ടും ഫൈനലിലെത്തുന്നു. ചെന്നൈ സൂപ്പർ കിങ്സുമായി പരാജയപ്പെടുന്നു. ഈ 2 വർഷങ്ങളിലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയായിരുന്നു. 2024-ൽ മാത്രമാണ് ഗുജറാത്ത് ടൈറ്റൻസ് വളരെ മോശം അവസ്ഥയിലേക്ക് പോയത്. പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായ ഒരു വർഷമായിരുന്നു അത്. 2025-ൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 2026-ൽ വീണ്ടും ഫൈനലിലേക്ക് എത്തുന്നു. ഇതാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിലവിലെ റെക്കോർഡുകൾ. RCBയുടെ റെക്കോർഡുകളും ഒട്ടും മോശമല്ല. ഈ 19ാം സീസൺ അടക്കം 5 തവണയാണ് RCB ഫൈനലിന് യോഗ്യത നേടിയത്. 18 വർഷങ്ങൾ കാത്തിരിപ്പിനൊടുവിലാണ് RCB ആദ്യമായി കഴിഞ്ഞ സീസണിൽ കിരീടം ചൂടിയത്. 11 തവണയാണ് RCB പ്ലേ ഓഫ് കളിച്ചിട്ടുള്ളത്. അതിൽ 5 തവണ ഫൈനലിൽ എത്തുകയും ചെയ്തു. 2009, 2011, 2016, 2025, 2026. അതിൽ 2025-ലാണ് RCB ചാമ്പ്യന്മാരായത്. ക്വാളിഫയർ 1-ൽ ഗുജറാത്തും RCBയും ഏറ്റുമുട്ടിയപ്പോൾ വിലയിരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ ഇത്തവണയും പറയാനുള്ളത് എന്ന് നിങ്ങൾ കരുതും. എന്നാൽ അങ്ങനെയല്ല. കാരണം ക്വാളിഫയർ 1-ൽ 1-ാം സ്ഥാനക്കാരും 2-ാം സ്ഥാനക്കാരും ഏറ്റുമുട്ടുമ്പോൾ അവിടെ പരാജിതർക്ക് രണ്ടാമതൊരവസരം കൂടിയുണ്ട് തിരികെ വരാൻ. ആ ഒരു അവസരം ഉപയോഗിച്ചാണ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫയർ 2-ൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. പക്ഷേ ഇത് കലാശക്കൊട്ടാണ്, അവസാന പോരാട്ടമാണ്. ആര് വീഴും ആര് വാഴുമെന്നറിയാനുള്ള ഒരേ ഒരവസരം. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരമാകുമ്പോൾ അതിൻ്റെ ആവേശവും അതിൻ്റെ സമ്മർദ്ദവും എല്ലാം തന്നെ വേറിട്ടു നിൽക്കും എന്നതിൽ സംശയമില്ല. RCB ജയിക്കുമോ ഗുജറാത്ത് ജയിക്കുമോ മുഴുവനായും പറയാൻ സാധ്യമല്ല. വിലയിരുത്തലുകളെയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ആവേശത്തിൻ്റെ ഫൈനലായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ശക്തി ബൗളിങ്ങിൽ തന്നെയാണ്. അതിലൊരു എതിരഭിപ്രായവുമില്ല. ക്വാളിഫയർ 1-ൽ RCB ആ ശക്തമായ ബൗളിംഗ് നിരയെ തല്ലിത്തകർത്തതാണ്. എങ്കിൽ പോലും രാജസ്ഥാൻ റോയൽസിനെതിരെ തിരികെ വന്നതും ആ ബൗളിംഗ് നിരയുടെ ശക്തി കൊണ്ട് തന്നെയാണ്. മുഹമ്മദ് സിറാജും റബാദയും ജേസൺ ഹോൾഡറും റാഷിദ് ഖാനുമെല്ലാം പേടിക്കപ്പെടേണ്ടവർ തന്നെയാണ്. പക്ഷേ എത്ര കരുത്തുറ്റ ബൗളിംഗ് നിര വന്നാലും അതിനെയെല്ലാം മറികടക്കുന്ന കരുത്തുറ്റ ബാറ്റിംഗ് നിര തന്നെയാണ് RCBക്കുള്ളത്. RCB ഇവിടം വരെ എത്തിയത് ഒരു ടീം വർക്ക് കൊണ്ട് തന്നെയാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ബാറ്റിംഗ് നിര തന്നെയാണ്. മുൻനിര താരങ്ങൾ പലരും പരിക്കുപറ്റി പുറത്തു പോയിട്ടും ഒരടി പിറകോട്ട് പോകാതെ പകരക്കാരെ കൊണ്ടുവരികയും ആ പകരക്കാർ തിമിർത്താടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ജേക്കബ് പട്ടേലിന് പകരമെത്തിയ വെങ്കിടേഷ് അയ്യർ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മിന്നും പ്രകടനം തന്നെയാണ് RCBക്ക് വേണ്ടി കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലും ക്യാപ്റ്റൻ രജത് പടിതറും കൃണാൽ പാണ്ഡ്യയുമെല്ലാം ബാറ്റിംഗ് നിരയിൽ ശക്തി തെളിയിച്ച താരങ്ങളാണ്. ബൗളിങ്ങിലെ മുൻതൂക്കം ഗുജറാത്തിനാണെങ്കിൽ ബാറ്റിങ്ങിലെ മുൻതൂക്കം RCBക്ക് തന്നെയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണർമാരുടെ മികവാർന്ന പ്രകടനം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും അത്യുജ്വല പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അവരുടെ പ്രകടനങ്ങളുടെ ചിറകിലേറിക്കൊണ്ട് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസും ഈ ഫൈനൽ വരെ എത്തിയതും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ ശക്തരായ ഓപ്പണർമാരെ വീഴ്ത്തിക്കളഞ്ഞ ബൗളിംഗ് നിര RCBക്കുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി ഓപ്പണർമാരെ പവർ പ്ലേകളിൽ വീഴ്ത്തിക്കളയുക എന്നുള്ളത് തന്നെയാണ്. ആ തന്ത്രം അവർ ക്വാളിഫയർ 1-ൽ പ്രയോഗിച്ചതുമാണ്, അതിൽ വിജയിച്ചതുമാണ് RCB. ഭുവനേഷ് കുമാറും ജോഷ് ഹാസിൽവുഡുമെല്ലാം ശക്തമായ ബൗളിംഗ് പ്രകടനം തന്നെയാണ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. 28 വിക്കറ്റോടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്തിൻ്റെ റബാദയാണെങ്കിൽ 26 വിക്കറ്റോടെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് RCBയുടെ ഭുവനേഷ് കുമാറാണ്. ഭുവനേഷ് കുമാർ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. RCB ആദ്യം ബാറ്റ് ചെയ്യുകയും 230-ന് മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്തുകയും ചെയ്താൽ അത് മറികടക്കുക എന്നുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് വിഷമം പിടിച്ചതു തന്നെയാകും. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് 220 റൺസ് എടുത്തു കഴിഞ്ഞാൽ ശക്തമായ പേസ് ബൗളിംഗ് നിരയുമായി ഇറങ്ങുന്ന ഗുജറാത്ത് ടൈറ്റൻസിന് RCBയെ ഒരുപക്ഷെ പിടിച്ചുകെട്ടാൻ സാധിച്ചേക്കും. പവർ പ്ലേകളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ മിടുക്കരായ ബൗളർമാർ ഗുജറാത്ത് ടൈറ്റൻസിനുണ്ട്. മുഹമ്മദ് സിറാജും റബാദയും
പല മത്സരങ്ങളിലും ആ മികവ് അവർ പുറത്തെടുത്തതാണ്. മത്സരം നടക്കുന്നത് ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്, അഹമ്മദാബാദിലാണ്. ആ മുൻതൂക്കം ഗുജറാത്തിനു തന്നെയാണ്. എന്നാൽ രണ്ടു ടീമുകളുടെ ശക്തി എടുക്കുമ്പോൾ തുല്യശക്തികളെന്ന് പറയാമെങ്കിലും ഒരൽപ്പം മുൻതൂക്കം നൽകാൻ സാധ്യമാകുക RCBക്ക് തന്നെയാണ്. എങ്കിൽ പോലും ഒരു ഡിസിഷൻ പറയുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. കാരണം 20 ഓവർ മത്സരമെന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ പോലും മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നതാകും എന്നതുകൊണ്ട് തന്നെ ആര് വിജയിക്കും, ആർക്ക് മുൻതൂക്കം വ്യക്തമായി നൽകാൻ കഴിയുമെന്നതിനുള്ള ഉത്തരം പറയൽ പ്രയാസം തന്നെയാണ്. ബൗളിങ്ങും ബാറ്റിങ്ങും മാത്രമല്ല, ഫീൽഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ക്യാച്ച് വിൻ മാച്ച് വിൻ, ക്യാച്ച് ഡ്രോപ്പ് മാച്ച് ഡ്രോപ്പ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് വിജയിച്ചു കയറിയപ്പോൾ അതിൻ്റെ പ്രധാന കാരണം രാജസ്ഥാൻ റോയൽസിൻ്റെ ഫീൽഡർമാർ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ നിർണായകം തന്നെയാണ് ക്യാപ്റ്റന്മാരുടെ ഡിസിഷൻ, ബൗളിംഗ് ചേഞ്ചുകൾ. ഇതെല്ലാം 2020 പോലെയുള്ള മത്സരങ്ങളിൽ വളരെ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആര് കുറവ് പിഴവുകൾ വരുത്തുന്നുവോ അവർ വിജയിക്കും എന്ന് തന്നെയാണ് അവസാനം പറഞ്ഞു വെക്കാൻ നമുക്ക് സാധ്യമാവുക. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.